അല്ല എന്റെ ചോര വേവിക്കാൻ വെച്ച കലം കാണാനില്ല. റുക്കുവാ ഡേ നിങ്ങട്ടെന്നാ ഡേ എന്ത് താത്ത എടീന്റെ അടുപ്പത്ത് വെച്ച കലം കാണാനില്ലടി. ഞാൻ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആരും കൊണ്ടുപോയി തോന്നണ്. ഇന്നിപ്പോ കൊറേ ആയല്ലേ. അപ്പൊ അങ്ങനെയാണ് അയൽവാസത്തെ വീട്ടിലും കണ്ടിട്ടില്ലേ? 5-6 വീട്ടിന്ന് പോയല്ലേ. അതിന് ചിലപ്പോ എന്റെ വീട്ടിൽ നിന്നാവൂ. എന്താ ചെയ്യാ? ഈ അന്ന് പറഞ്ഞില്ല ഒരാളെ വിളിക്കാന്ന്. നാളെ വിളിച്ചു നോക്കൂ. ഞാൻ ഇന്നിപ്പോ ഞായറാഴ്ച നാളെ രാവിലെ തന്നെ വിളിക്കാം. വിളിക്കട്ടാ, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളെ വീട്ടിൽ നിന്ന് മോഷണാവും. ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. ബോസ് ഒരു ഫോൺ കോൾ. ഹലോ, ഡിറ്റക്റ്റീവ് ജാബി അല്ലേ? യെസ്. അതെയോ? ഓ ഓക്കെ, ഞങ്ങൾ ഇപ്പോൾ വരാം. ബോസ് തന്ന മിഷൻ ഗെറ്റ് റെഡി. ഒന്ന് പോയ അങ്ങോട്ട് എൻ്റെ ഒരു മിഷൻ. ഇതിലൂടെ ആയിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ട പോലെ. അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ മുകളിലായിരിക്കും. ആ കണ്ണട ഊരി നോക്കി നടക്കാം, ബോസിനെ പറയിപ്പിക്കാൻ. സോറി ബോസ്, സ്ലിപ്പ് ആയി പോയതാ. എന്റെ ശമ്പളം കട്ട് ചെയ്യരുത്. ആരാ? ഇന്നിവിടെ പിരിവൊന്നുമില്ല കേട്ടോ, പോയിട്ട് നാളെ വാ. ഓപ്പൺ ദ ഡോർ. ഓ എന്തൊരു ശല്യാണിത്. എന്താണ്? എക്സ്ക്യൂസ് മീ, ഞങ്ങളെ കണ്ടിട്ട് പിരിവേരെ പോലെ തോന്നുന്നുണ്ടോ? വി ആർ ഡിറ്റക്റ്റീവ്സ്. ഞങ്ങൾ ബോസിനെ കളിയാക്കുന്നോ? മാറി നിൽക്കൂ. ബോസ് കടന്നു വരും. അവളെവിടെ? അവളുടെ കയ്യിലല്ലേ ടൂൾസ്? അവിടെ വിളിക്കൂ. യെസ് ബോസ്, ഞാൻ വിളിക്കാം. ഐഷു കം ഹിയർ. ഈ ആരോട് എന്നെ വിളിക്കാന്? ബോസ് വിളിക്കും മാത്രം ഞാൻ വരുള്ളൂ. ബോസ് അടി വിളിച്ചിട്ട് പോത്തേ. ഐഷു ടൂൾസ് എടുക്കൂ. ഇത് പിടിക്ക്. കുറെ നേരെ കയ്യാൻ. ഐഷു വാട്ട് ആർ യു ഡൂയിങ്? 8 മാസമായി ശമ്പളം തന്നിട്ട് ഓന്റെ ഒരു ബോസ് കളി. ബോസ് ഐഷു പതുക്കെ പറയോ, ബോസിനെ നാണം കെടുത്താതെ. ഈ കേസ് നമുക്ക് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റിൽ ചെയ്യാം. അസിസ്റ്റന്റ് ഗെറ്റ് റെഡി. യെസ് സർ. അവര് വിളിക്കൂ. റെഡി സർ. ഏയ് പെണ്ണുമ്പിള്ളേ, സാറ് വിളിക്കുന്നു. ആരാണ് പെണ്ണുമ്പിള്ള? എന്റെ വീട്ടിൽ പോയി വിളിക്കണം തന്തേ. മാഡം സാറ് വിളിക്കുന്നു. മര്യാദക്കണേ വരാം. സോ ടെൽ മീ, ഡിസ്ക്രൈബ്. ബോസ് മലയാളം. അന്ന് നടന്ന സംഭവങ്ങളൊന്ന് വിവരിക്കുവോ? അത് പിന്നെ അപ്പുറത്തെ വീട്ടിലെ കദീസുമാന്റെ ബേക്കറി പോയി. പിന്നെ അപ്പുറത്തെ വീട്ടിലെ സൈനബാന്റെ മുട്ട പോയി. ഓക്കെ, ഫ്രിഡ്ജിൽ വെച്ച മുട്ട. പിന്നെന്താ കദീസുമാന്റെ ഏതാ ബനെ മുട്ട? പിന്നെ വെള്ള കളറിലല്ലാതെ ഏത് കളറിലാ ഉണ്ടാവുക? ഇത് എവിടുന്ന് കിട്ടിയാണ് നിങ്ങക്ക് ഇവനെ? ബ്രൗൺ കളറിലെ മുട്ട കണ്ടിട്ടില്ലേ? ഇവനെ മാറ്റി നിർത്തിക്കട്ടോ എന്റെ കയ്യകലത്തുനിന്ന്. ആ പിന്നെ അപ്പുറത്തെ വീട്ടിലെ കദീസുമാന്റെ പേരക്കുട്ടിന്റെ ഐസ്ക്രീം പോയി. ഏതോ അരുണ ഏതോ ഒരു സാധനം പോയി, അറിയില്ല ഏതാന്ന്. പിന്നെന്താണ്, പാലും കുപ്പി പോയി സൈനത്തന്റെ. ഇതാണ് ഇപ്പൊ പോയിക്കണത്. അപ്പോൾ അരിക്കല എവിടുന്നാ പോയത്? ഇവിടുന്നല്ലേ? അല്ലല്ല, അരിക്കല പോയത് റജിലാത്തന്റെ അവിടുന്നാണ്. ആ തള്ളാന്റെ പേരയിലുണ്ട്. ഇപ്പൊ ഞാൻ മാറ്റി നിർത്തിക്കോട്ടെ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ മാറിക്കളാ. അപ്പൊ റജിലാത്തെ പറഞ്ഞ എന്നോട്, ഇനിയിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത് പോവല്, ഞാനാണ് ഓരോ പേരെ കഴിഞ്ഞിട്ട് അടുത്തത്. അപ്പൊ എന്നോട് വിളിക്കാൻ പറഞ്ഞേ, അതാണ് ഞങ്ങളെ വിളിച്ചത്. CCTV ഉണ്ടോ ഇവിടെ? CC ആണോ BC ആണെന്നൊന്നും അറിയില്ല. ഇവിടെ ഒരു TV ഉണ്ട്, ഒരു കറുത്ത ചതുരത്തിലുള്ളത്. നിങ്ങൾ നോക്കിയോ കമ്പനി ഏതാ? നിങ്ങക്ക് വായിക്കാനൊന്നും അറിയില്ല. ഓ ഗോഡ്, അതല്ല ക്യാമറ. ആ ക്യാമറ എന്റെ ഫോണിലുണ്ട്, ഞാൻ എടുത്തിട്ട് വരണ. അസിസ്റ്റന്റ് ശല്യം വിളിക്കണ. യെസ് ബോസ്. ബോസ് ഇവിടെ മൊത്തം ഇരുട്ടാണല്ലോ. കണ്ണിലെല്ലാം എടുത്ത് മാറ്റണോ? എവിടെയോ അവൾക്ക് ഇനി ഇൻവിറ്റേഷൻ ആക്കണോ? സോറി ബോസ്, ഞാൻ വിളിക്കാം. എഴുന്നേറ്റ് വാടി. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ? തള്ള. സോറി മാഡം, അത് ഈ വീടിന്റെ ബിൽഡിങ്ങിന്റെ ഒക്കെ കാണൂലേ ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി പോകുന്നേ, അതിനെ കുറിച്ചാണ് സാറ് ചോദിച്ചത്. ഏതാ ഓടക്കുഴല്? അത് തന്നെ. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അത്
ഇവിടല്ല. ബെസ്റ്റ് സാർ. അസിസ്റ്റൻസ് അസംബിൾ. യെസ് ബോസ്. യെസ് ബോസ്. ബോസ് അല്ലേ കണ്ട ബോസ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ കിട്ടി. Let's do it. ഹായ് ദോശ, ഇതിപ്പോ എന്റെ പണി എളുപ്പായല്ലോ. Come on, come on. Catch her. Yes. ഇങ്ങോട്ട് വാടി പേര് കള്ളി. വാടി. എനിക്കില്ലേ കണ്ണട? കണ്ണട ഉണ്ടോ ഇന്നോ? റെഡി സാർ. ചാമ്പിക്കോ.